ക്രിമിനൽ പരാമർശത്തിൽ ഗവർണർക്ക് മറുപടിയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഇരിക്കുന്ന ഇരിപ്പിടത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറയാനില്ല. ആ ബോധ്യമില്ലാത്തവർ ചെയ്യുന്നതിന് മറുപടി പറഞ്ഞാൽ അതേ നിലവാരത്തിലേക്ക് താഴുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിലുള്ളവരെ മുഴുവൻ ഗവർണർ ക്രിമിനലുകളാക്കി ചിത്രീകരിക്കുന്നുവെന്നും വിമർശനം പറയുന്നു മന്ത്രി ആർ ബിന്ദു. ആരെങ്കിലും അവരിയ്ക്കുന്ന ആ ഇരിപ്പിടത്തിന് അനുസരിച്ച് പെരുമാറുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അതിൻ്റെ ചുമതലകളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആ നിലവാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു. കണ്ണൂരിലെ മുഴുവൻ ജനങ്ങളും ക്രിമിനലുകളാണെന്ന് പറഞ്ഞു. കേരളക്കരക്കാരെ മുഴുവൻ ക്രിമിനലായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ടല്ലോ. നേരത്തെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ചേർന്ന്. സമീർ, ഗവർണറുടെ ആ ക്രിമിനൽ പരാമർശം നിലവാരം താഴ്ന്ന പരാമർശമായി പോയി എന്ന് പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അല്ലേ? ഹാഷ്മി, ഗവർണർ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്താണ് ഇരിക്കുന്നത്. പക്ഷേ ആ ദൗത്യവും അദ്ദേഹത്തിൻ്റെ ആ മഹത്വവും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അത്തരത്തിൽ നിലവാരം ഇല്ലാത്ത ചില പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ അവനവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തെ സംബന്ധിച്ച് ധാരണയില്ലാത്തവർക്ക് മറുപടി പറയാൻ താനില്ല. അങ്ങനെ മറുപടി പറഞ്ഞാൽ ആ ഒരു നിലവാര തകർച്ച തനിക്കുണ്ടാവും. തൻ്റെ നിലവാരം അങ്ങനെ എഴുത്തി കാണിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദത്തിൽ മന്ത്രിക്ക് ഇത്തരത്തിലുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. നിയമവിരുദ്ധമായാണ് മന്ത്രി അത്തരം ഒരു യോഗത്തിൽ പങ്കെടുത്തത് എന്നാണ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അതിന് ഇന്ന് രാവിലെ തന്നെ മന്ത്രി ആർ ബിന്ദു മറുപടി നൽകി. തനിക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടോ എന്ന് തനിക്ക് നല്ല ബോധ്യതമുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സംശയം ഗവർണർക്കുണ്ടെങ്കിൽ ആ നിയമവശം ഗവർണർ പഠിക്കുകയാണ് വേണ്ടത് എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഗവർണറോടുള്ള ചോദ്യങ്ങൾക്കാണ് ക്രിമിനലുകൾക്ക് തനിക്ക് മറുപടിയില്ല എന്നുള്ള ഒരു പരാമർശം വരുന്നത്. ആ പരാമർശത്തിലാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി, അതുപോലെ SFI പ്രവർത്തകർ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ക്രിമിനലുകൾ എന്നാണ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ കേരളത്തെ ഒന്നടങ്കം ക്രിമിനലുകൾ എന്നാണ് ആ വ്യക്തി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ഇരിക്കുന്നതെന്നും അവനവൻ്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇരിക്കുന്ന ഇരിപ്പിടത്തെ സംബന്ധിച്ചുള്ള ധാരണയില്ലാത്തവർക്ക്, ബോധ്യമില്ലാത്തവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ സ്ഥാനത്തെയും താൻ ഇരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ആ പദവിയെയും ഇകഴ്ത്തി കാണിക്കാൻ താൻ ഒരുക്കമല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിക്കുന്നത്. ഹാഷ്മി.